ഈ വാരം ലഭിച്ച കത്തുകളിലേക്ക് കടക്കുന്നു. പൊതുവെ വിപണിയുടെ ഒരു പൊതുസ്ഥിതിയാണ് നമ്മൾ ഇത്രയും നേരം അവലോകനം ചെയ്തത്. നിക്ഷേപകർക്ക് വളരെ ശ്രദ്ധയോടെ നീങ്ങേണ്ട സമയമാണെന്നും ഭുവനേന്ദ്രൻ സൂചിപ്പിച്ചു. കത്തുകളിലേക്ക് കടക്കുന്നു. ആദ്യത്തെ കത്ത് ശ്രീ മോഹൻകുമാറിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ കൈവശമുള്ളത് ഗോദ്രേജ് ഇൻഡസ്ട്രീസും കാസ്ട്രോളും. അദ്ദേഹം ഒരു 5 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ലോങ് ടേം ആയിട്ട് ഹോൾഡ് ചെയ്യണമോ, എന്ത് നിലപാടാണ് ഈ സാഹചര്യത്തിൽ എടുക്കേണ്ടത് എന്നാണ് ശ്രീ മോഹൻകുമാർ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ഈ ഒരു കറക്ഷൻ പോലും കൂടുതലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തൊരു സ്റ്റോക്കാണ്. വളരെ സേഫായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ഒലിയോ കെമിക്കൽ മാനുഫാക്ചറിങ് കമ്പനിയാണ്. 186 സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. അപ്പോൾ സേഫായിട്ടുള്ള എൻട്രി മാർക്കറ്റിൽ അടുത്തൊരു കറക്ഷൻ കൂടി സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 162 ലെവൽ വരെ വരാം. പക്ഷേ അതൊരു ഫൈനൽ ബൈയിങ് ലെവലായിട്ട് തന്നെ പരിഗണിക്കുക. 162 ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വളരെ സേഫായിട്ടുള്ളൊരു എൻട്രി ലെവൽ തന്നെയാണ്. ഈ സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് 200 ആണ്. ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ് 200ഉം, അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 270, ഈ 2 ലെവൽ വരാം. ദെൻ കാസ്ട്രോൾ ആണ് ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഓട്ടോമോട്ടീവ് ലൂബ്രിക്കൻറ്റ് കമ്പനിയാണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ്. നിക്ഷേപകർക്ക് നിക്ഷേപത്തിന് പരിഗണിക്കാവുന്നതും നമ്മൾക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ്. ഇപ്പോഴത്തെ നിലയിൽ 480 ആണ്. 510 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 480 സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവലായിട്ട് പരിഗണിക്കുക. കാരണം കാലാകാലങ്ങളിലൊക്കെ ബോണസ് കൊടുക്കുന്നതും ഫണ്ടമെൻ്റൽസ് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു സ്റ്റോക്ക് ആയതുകൊണ്ട് കാസ്ട്രോൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ നിക്ഷേപത്തിന് പരിഗണിക്കാവുന്ന ഓഹരിയാണ്. സേഫ് ഒരു എൻട്രി 480 ലെവൽ വരുമ്പോൾ നിക്ഷേപത്തിന് പരിഗണിക്കാം. 544 ആൻഡ് 576 രണ്ട് റെസിസ്റ്റൻസ് ആയിട്ടും ഹോൾഡ് ചെയ്യുന്നു. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ആൻഡ് കാസ്ട്രോൾ സേഫ് ആയിട്ടുള്ള 2 ബൈയിങ് തന്നെയാണ്. അദ്ദേഹം ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അടുത്ത കത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ശ്രീ സുരേന്ദ്രൻ്റെ കത്താണ്. അദ്ദേഹത്തിന് കൈവശമുള്ളത് 2 സ്റ്റോക്കുകൾ. ടാറ്റ സ്റ്റീൽ അദ്ദേഹം 515 രൂപയ്ക്കാണ് ഈ സ്റ്റോക്ക് വാങ്ങിയത്. ഒപ്പം തന്നെ സ്റ്റെർലൈറ്റ് ഇൻഡസ്ട്രീസ് 145 വാങ്ങി. മാർക്കറ്റ് മോശമായതുകൊണ്ട് തന്നെ ഈ 2 സ്റ്റോക്കുകളും താഴോട്ട് പോയി. ഏകദേശം 30% ലോസ് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ സ്റ്റോക്കുകളിൽ ഉണ്ടായിരിക്കുന്നു. എന്ത് ചെയ്യണം? ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യണമോ എന്നാണ് ശ്രീ സുരേന്ദ്രൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഈ 2 സ്റ്റെർലൈറ്റ് ഇൻഡസ്ട്രീസും ടാറ്റ സ്റ്റീലും തീർച്ചയായിട്ടും ഈ മെറ്റൽ സെക്ടറിൽ ഉണ്ടായിരുന്നൊരു ഫോളാണ് ഈ സ്റ്റോക്ക് കുറച്ച് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തു. ആ സെക്ടർ വളരെയധികം കറക്റ്റ് ചെയ്തു. പക്ഷേ ഈ 2 സ്റ്റോക്കുകളും വളരെ നല്ല ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള ഓഹരിയാണ്. അതിൽ ടാറ്റ സ്റ്റീൽ നമുക്ക് അറിയാം, യൂറോപ്പിലുണ്ടായിരുന്ന ക്രൈസിസ് ചെറിയ രീതിയിലെങ്കിലും ടാറ്റ സ്റ്റീലിനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു ക്രൈസിസ് മാറിക്കഴിഞ്ഞാൽ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി വരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. ഇപ്പോൾ ഇതിൻ്റെ ബൈയിങ് 515 ആണെന്നാണ് പറയുന്നത്. 515 460 ലെവലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഒരിക്കലും ഒരു നഷ്ടമായത് കണക്കാക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ടാറ്റ സ്റ്റീൽ വളരെ ശക്തമായിട്ട് തിരിച്ചു വരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള ഓഹരിയാണ്. നമുക്കറിയാം വളരെയധികം ലോവർ ലെവലിൽ നിന്ന് ഈ സ്റ്റോക്ക് വളരെ ശക്തമായിട്ട് തിരിച്ചു വന്ന ചരിത്രം ടാറ്റ സ്റ്റീലിനുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ടാറ്റ സ്റ്റീലും സ്റ്റെർലൈറ്റ് ഇൻഡസ്ട്രീസും വളരെ ശക്തമായിട്ട് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അദ്ദേഹം ചെയ്യേണ്ടത് അടുത്തൊരു കറക്ഷനോടുകൂടി ഈ സ്റ്റോക്കിൽ ഒരു എൻട്രി കൂടി നടത്തുക എന്നുള്ളത്. അടുത്തൊരു കറക്ഷൻ സംഭവിക്കുകയാണ്, മാർക്കറ്റിൽ ഒരു മേജർ കറക്ഷൻ വരികയാണെങ്കിൽ ടാറ്റ സ്റ്റീൽ 417 ലെവൽ വരെ വരാം. പക്ഷേ ആ ഒരു ലെവൽ വരെ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് എല്ലാം ഒരു 440 ബിലോ ഒക്കെ തന്നെ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവലായിട്ട് അദ്ദേഹത്തിന് പരിഗണിക്കുക. ഈ സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് 490 ആൻഡ് 520 രണ്ട് റെസിസ്റ്റൻസ് ആണ്. ഒന്നുകിൽ 520 ലെവൽ വരുമ്പോൾ അടുത്തൊരു പുൾ ബാക്ക് ലഭിക്കുകയാണെങ്കിൽ ആ ഒരു ലെവൽ എക്സിറ്റ് ചെയ്ത് ദെൻ ഒരു റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. കുറച്ച് നാൾ മാർക്കറ്റ് ഈ ഒരു ലെവൽ മൂവ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് അടുത്തൊരു മേജർ ഡൗൺ വരുമ്പോൾ ഒരു എൻട്രി നടത്തുക. ആ റിലീഫ് റാലിയിൽ എക്സിറ്റ് ചെയ്തൊന്ന് മാറി വീണ്ടും അടുത്തൊരു കറക്ഷനിൽ വീണ്ടും എൻട്രി ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആവറേജ് പ്രൈസ് കുറഞ്ഞു വരാനുള്ളൊരു സാധ്യതയുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരിക്കലും വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. പലപ്പോഴും മാർക്കറ്റ് വാച്ച് അഡ്വൈസ് ചെയ്യുന്നതാണ് ഓരോ കറക്ഷനിലും ബൈയിങ് നടത്തുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നല്ലത്. അതുപോലെ സ്റ്റെർലൈറ്റ് ഇൻഡസ്ട്രീസ് 125 ലെവലിലാണ്. അടുത്തൊരു കറക്ഷൻ വരികയാണെങ്കിൽ 108 എന്ന് പറയുന്ന ലെവൽ വരെ വരാം. പക്ഷേ അതൊരു മേജർ എൻട്രി പോയിൻ്റാണ്. എല്ലാ റീറ്റെയിൽ നിക്ഷേപകർക്കും ആ ഒരു ലെവൽ ഒരു എൻട്രി ലെവലായിട്ട് തന്നെ പരിഗണിക്കാം. 146 ആൻഡ് 177 രണ്ട് റെസിസ്റ്റൻസ് ആയിട്ടും ഹോൾഡ് ചെയ്യുന്നു. ടാറ്റ സ്റ്റീൽ ആൻഡ് സ്റ്റെർലൈറ്റ് ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള ഓഹരിയാണ്. അദ്ദേഹം അടുത്തൊരു കറക്ഷനിൽ കുറച്ചുകൂടെ മേടിക്കുക. അദ്ദേഹം എത്രയാണോ ബൈയിങ് നടത്തിയിരിക്കുന്നത് സെയിം ക്വാണ്ടിറ്റി അടുത്തൊരു കറക്ഷനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ സജീഷിൻ്റെതാണ്. അദ്ദേഹത്തിന് കൈവശമുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇൻഫോസിസ്, TCS ആൻഡ് TV18. SBI 2200 വാങ്ങിയത്. ഇൻഫോസിസ് 2400, TCS 1050, 980, TV18 62. ഇദ്ദേഹത്തിൻ്റെ 2 സ്റ്റോക്കുകളാണ് മേജറായിട്ട് കറക്ഷൻ നേരിട്ട 2 സെക്ടറാണ്, 2 സ്റ്റോക്കാണ് TCS ആൻഡ് ഇൻഫോസിസ്. അതിൻ്റെ പ്രധാന റീസൺ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ സെയിം സ്റ്റോക്ക് ഡിസ്കസ് ചെയ്തതാണ്. കാരണം യുഎസിലും യൂറോപ്പിലും ഉണ്ടായിരിക്കുന്ന ക്രൈസിസ് തന്നെയാണ് ഈ 2 സ്റ്റോക്കുകളിൽ റിഫ്ലക്റ്റ് ചെയ്തത്. പക്ഷേ അടുത്തൊരു കറക്ഷനോടുകൂടി വളരെ ഷാർപ്പായിട്ട് ഈ കമ്പനികൾ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾക്കറിയാം TCSൻ്റെയും ഇൻഫോസിസിൻ്റെയും ചരിത്രം അങ്ങനെയാണ്. കാരണം ഈ ഒരു ക്രൈസിസ് തീർച്ചയായിട്ടും തരണം ചെയ്യാൻ യുഎസിനും യൂറോപ്പിനും കഴിയും. കാരണം വെൽ അവെയർ ആണ് ഈ ഇഷ്യൂവിനെ കുറിച്ച്. ചിലപ്പോൾ ഒരു വർഷം എടുക്കാം, അല്ലെങ്കിൽ 6 മാസത്തിനുള്ള ഒരു റിക്കവറി നമുക്ക് പ്രതീക്ഷിക്കാം. അതോടുകൂടി
ഈ കമ്പനികൾ വീണ്ടും വളരെ ശക്തമായിട്ട് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. വാല്യുവേഷൻ വളരെയധികം ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഇപ്പോൾ ഇൻഫോസിസ് നമുക്കറിയാം 2224 ലെവലിലാണ്, വളരെ സേഫായുള്ള ഒരു എൻട്രി ലെവൽ തന്നെയാണ്. ഇപ്പോഴും 2010 ആണ് ഇമ്മീഡിയറ്റ് ആ ഒരു സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും ആ ഒരു ലെവലിൽ നിന്ന് ഒരു റിക്കവറി നമുക്ക് പ്രതീക്ഷിക്കാം. 2444 ആണ് ഫസ്റ്റ് റെസിസ്റ്റൻസ്. ദെൻ അത് ബ്രേക്ക് ആണെങ്കിൽ 2652. അങ്ങനെ ഒരു റിക്കവറി ലഭിക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ എക്സിറ്റ് ചെയ്ത് വീണ്ടും ഒരു റീ എൻട്രി ചെയ്യുന്നതായിരിക്കും നല്ലത്. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഒരു ബാങ്കിങ് സെക്ടർ ഈ ഒരു കറക്ഷനിൽ അധികം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. കാരണം ബാങ്കിങ് ഒക്കെ തന്നെ വളരെ സേഫായിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസൾട്ട് മോശമായിരുന്നെങ്കിലും കുറച്ച് പ്രൊവിഷനിങ് കൂട്ടിയതുകൊണ്ടാണ്. പക്ഷേ അടുത്ത ഒരു 2 ക്വാർട്ടറോടുകൂടി ഇതിൻ്റെ ബെറ്റർ റിസൾട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിലെ തന്നെ വളരെ വലിയ ബാങ്കാണ്, നമ്മൾക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ബാങ്ക് തന്നെയാണ്. 3650 ആയിരുന്നു കഴിഞ്ഞ ദീപാവലി ഈ ബാങ്കിങ് സ്റ്റോക്കിൻ്റെ വില. ഇപ്പോൾ 2037 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. അടുത്ത ഒരു കറക്ഷൻ 1900 സേഫായിട്ടുള്ളൊരു എൻട്രി ലെവൽ തന്നെയാണ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള ഓഹരിയാണ്. ആ സ്റ്റോക്ക് തീർച്ചയായിട്ടും അടുത്തൊരു കറക്ഷനിൽ നിക്ഷേപത്തിന് പരിഗണിക്കുക. 2470, 2690 2 റെസിസ്റ്റൻസ് ആയിട്ടും ഹോൾഡ് ചെയ്യുന്നു. ദെൻ TV18 ആണ്. TV18 വളരെ 62-നാണ് അദ്ദേഹത്തിൻ്റെ ബൈങ്. മാർക്കറ്റ് വാച്ച് റെക്കമെൻഡ് ചെയ്ത് അടുത്തൊരു സപ്പോർട്ട് ലെവലായിട്ട് പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ മേജർ ഒരു കറക്ഷൻ നേരിട്ടു. തീർച്ചയായിട്ടും കുറച്ച് ഇഷ്യൂസ് ആ കമ്പനിയിലുണ്ട്. അടുത്തൊരു കറക്ഷൻ 42 ആൻഡ് 32 വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. 42 ലെവൽ വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം എത്രയാണ് ബൈങ് നടത്തിയത് സെയിം ക്വാണ്ടിറ്റി തന്നെ ബൈങ് നടത്തുക. റിക്കവറി വരുമ്പോൾ ഇതിൻ്റെ ആവറേജ് പ്രൈസ് നമുക്കൊരു 52 വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ഡൗൺ സൈഡ് പോകുമ്പോൾ TV18, TCS, ഇൻഫോസിസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെയുള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. TCSൻ്റെ ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ ലാസ്റ്റ് വീക്ക് പറഞ്ഞാൽ 880 മേജർ സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾക്കറിയാം വളരെ ഷാർപ്പായുള്ള റിക്കവറി ഈ മൺഡേ വന്നതാണ്. 1015 വരെ റിക്കവറി വന്നിരുന്നു. 950, 1050 2 ലെവലാണ് മാർക്കറ്റ് വാച്ച് റെക്കമെൻഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ 2 എൻട്രി ചെയ്തവരെ സംബന്ധിച്ച് പോലും പ്രോഫിറ്റിലായിരുന്നു. അതിനുശേഷം വീണ്ടും യൂറോപ്പ് ക്രൈസിസ് കൂടുതലായിട്ട് വന്നു. അതുകൊണ്ടാണ് വീണ്ടും ഈ സ്റ്റോക്കിൽ വലിയൊരു കറക്ഷൻ നേരിട്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ചെറിയ രീതിയിലൊരു നെഗറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്തു. അതൊക്കെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും റിഫ്ലക്റ്റ് ചെയ്തു. അതിൻ്റെയൊക്കെ റിഫ്ലക്ഷനാണ് എല്ലാ സ്റ്റോക്കുകളും കുറച്ച് ലോവർ ലെവലിലേക്ക് പോകാൻ കാരണമായത്. പക്ഷേ ഇതൊക്കെ ഒരു നിക്ഷേപ അവസരമായി തന്നെ കാണുന്നതായിരിക്കും നല്ലത്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റെർലൈറ്റ്, SBI, ഇൻഫോസിസ്, TV18 എല്ലാം ഫണ്ടമെൻ്റലി സൗണ്ടായിട്ടുള്ള ഓഹരിയാണ്. അടുത്തൊരു കറക്ഷൻ വരുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി അദ്ദേഹം നടത്തുക. തീർച്ചയായിട്ടും മാർക്കറ്റ് വളരെ ശക്തമായിട്ട് തന്നെ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ ഫെബീഷിൻ്റെ കത്താണ്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയം തന്നെയാണ് ഫെബീഷ് ചോദിക്കുന്നത്. ഫെബീഷ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ഗോൾഡ് താല്പര്യം. ഗോൾഡ് വില കൂടുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെയും ആകർഷിച്ചു എന്ന് വേണം കരുതുവാൻ. ഗോൾഡിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയെക്കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഗോൾഡ് പ്രൈസ് വരും അടുത്ത ഭാവിയിൽ എങ്ങോട്ട് പോകും, അതിനുള്ളൊരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം ഗുണകരമാണ്, അതുകൊണ്ട് എത്രത്തോളം റിട്ടേൺ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന കാര്യങ്ങളാണ് ഫെബീഷിന് അറിയേണ്ടത്. ഇതിൽ ഒരു ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. ഇദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഗോൾഡിലായിരിക്കും നല്ലത്. ഇലക്ട്രോണിക് മോഡൽ കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഓർണമെൻറ്റ്സ് മേടിച്ചാൽ നമുക്കറിയാം അതിൻ്റെ അതിൻ്റെ പണിക്കൂലി, പണിക്കുറവ്, അങ്ങനെ നമുക്ക് തിരിച്ച് സെല്ല് ചെയ്യുമ്പോൾ നഷ്ടം സംഭവിക്കും. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ നോക്കുമ്പോൾ ഈ ഗോൾഡ് ആയിരിക്കും നല്ലത്. നാഷണൽ സ്പോട്ട് എക്സ്ചേഞ്ചിൽ 1 ഗ്രാം ഗോൾഡ് വരെ നമുക്ക് മേടിക്കാം. ഇലക്ട്രോണിക്സ് മോഡലാണ്. അത് 8 ഗ്രാം ആയി കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ ഫോമിലേക്ക് മാറ്റണമെങ്കിൽ മാറ്റാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നല്ലത് ഈ 1 ഗ്രാം ഗോൾഡ് വരെ മേടിക്കാം. അത് ഇലക്ട്രോണിക്സ് മോഡലായിരിക്കും. അതൊരു മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയായിരിക്കും തീർച്ചയായിട്ടും നല്ലത്. കാരണം 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് അത്രത്തോളം ഇപ്പോൾ എല്ലാവരും ഗോൾഡിനെക്കുറിച്ച് വളരെ ബുള്ളിഷ് ഒരു ഔട്ട്ലുക്ക് ഉണ്ടെങ്കിലും നമ്മൾ ഒരു സേഫർ സൈഡിൽ മൂവ് ചെയ്യുന്നതാണ് നല്ലത്. ഓരോ കറക്ഷനിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, അതല്ലെങ്കിൽ പാർട്ടായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. അത് ഈ ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി അല്ലെങ്കിൽ ലോങ് ടൈം ആണെങ്കിലും തീർച്ചയായിട്ടും ഈ ഗോൾഡ് ആയിരിക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ നല്ലത്. അദ്ദേഹത്തിന് നാഷണൽ സ്പോട്ട് എക്സ്ചേഞ്ചിൽ ഒരു അക്കൗണ്ട് ഏതെങ്കിലും ബ്രോക്കിംഗ് ഹൗസിൽ പോയി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫണ്ട് സൈസ് അനുസരിച്ച് 2-3 സ്റ്റേജ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും നല്ലത്. 1 ഗ്രാം ഗോൾഡ് വരെ മേടിക്കാനുള്ള അവസരമുണ്ട്. 8 ഗ്രാം ആയി കഴിഞ്ഞാൽ നമുക്കത് ഫിസിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കൺവേർട്ട് ചെയ്യാനുള്ള അവസരവുമുണ്ട്. അപ്പോൾ ആ രീതിയിലൊരു ഡിസിഷൻ അദ്ദേഹം എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ഒരിക്കലും ഇപ്പോഴത്തെ നിലയിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. മാർക്കറ്റ് വാച്ചിൻ്റെ ഈ ലക്കം അവസാനിക്കുന്നു. അതിനു മുമ്പ് ഭുവനേന്ദ്രൻ വളരെ വേഗത്തിൽ അടുത്തയാഴ്ചത്തെ സാധ്യതകൾ, പ്രത്യേകിച്ചും ടെക്നിക്കൽ ലെവലുകൾ ഒന്ന് പറയും. അടുത്തയാഴ്ച പ്രധാനമായിട്ട് ഒരു ന്യൂസ് ഡ്രിവൺ ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. കഴിഞ്ഞ ഒരു മാസമായിട്ട് ന്യൂസുകളാണ് മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് 4760 മേജർ സപ്പോർട്ട് ലെവൽ. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും പാനിക് സിറ്റുവേഷൻ വരാം.
അറിയാം 5390 ബ്രേക്കാണെങ്കിൽ മാർക്കറ്റിൽ ഷാർപ്പായിട്ടൊരു ഫോളിനെ കുറിച്ച് തന്നെ പറഞ്ഞിരുന്നു. ആ രീതിയിൽ വളരെ ഷാർപ്പായിട്ടൊരു ഫോൾ സംഭവിച്ചു. കഴിഞ്ഞ എപ്പിസോഡ് 4950, 4820 മുതൽ 840 വരെയാണ് മാർക്കറ്റ് പറഞ്ഞിരുന്നത്. അതിന് മുകളിലൊരു ക്ലോസിംഗ് ലഭിച്ചു. ഒരു മേജർ സോണായിട്ട് ഹോൾഡ് ചെയ്യുന്ന 4760 അത് ബ്രേക്ക് ആണെങ്കിൽ മാർക്കറ്റിൽ ഒരു പാനിക് വീണ്ടും ഒരു ലോവർ ലെവലിലേക്ക് പോകാം. പക്ഷേ നെക്സ്റ്റ് വീക്ക് അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. വീണ്ടും യൂറോപ്പിൽ നിന്നും US-ൽ നിന്നും മോശമായിട്ടുള്ള ന്യൂസുകൾ വരികയാണെങ്കിൽ മാത്രമേ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അതല്ല എങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റിൽ ഒരു പുൾ ബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. മാർക്കറ്റ് വാച്ചിൻ്റെ ഈ ലക്കം അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും അറിയിക്കുക. investment@asiannews.in എന്ന ഇമെയിൽ വിലാസത്തിലാണ് അയക്കേണ്ടത്. അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ് NH ബൈപ്പാസ് ജംഗ്ഷൻ പാലാരിവട്ടം കൊച്ചി 25 എന്ന വിലാസത്തിൽ അയക്കുക. ഹെഡ്ജ് എക്വിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ N ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിലൂടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. മാർക്കറ്റ് വാച്ചിനെ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.